ഭക്തിയോടടിയാർ തൃപ്പാദത്തിൽ പ്രാർത്ഥന ചെയ്തു വരം ലഭിപ്പാൻ നിത്യവും നിൻ പരിശുദ്ധാത്മാ ശക്തി തന്നരുളാൻ ഭജിച്ചിടുമ്പോൾ വരിക സുരാധിപ പരമപരാ നിൻ കരുണാസനം വഴി ഞാൻ സഭയിൽ. നമ്മുടെ ആരാധനയുടെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് നമ്മുടെ തലകളെ വണക്കിക്കൊണ്ട് കർത്താവിൻ്റെ മുൻപിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കും ദൈവം നമ്മൾ നടത്തുന്ന വിധങ്ങൾക്കും ഒപ്പം നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്യുവാനുള്ള കൃപയെ നമുക്ക് സജ്ജമാക്കി തരേണ്ടതിനുമായിട്ട് നമുക്ക് നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് ദൈവത്തെ ഒരു നിമിഷം ഓർക്കാം. മഹോന്നതങ്ങളിൽ വിശ്വസിക്കുന്നവനും ഞങ്ങളെ പരിപാലിക്കുന്നവനുമായ പ്രിയ കർത്താവേ ദൈവമേ, ഇന്ന് രാവിലെ സമയം കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയുടെ ആലയത്തിൽ കഴിയാതെ വരിക്കുമ്പോഴും ഞങ്ങൾക്ക് ദൈവമേ, ഞങ്ങൾക്ക് ഓൺലൈൻ മീഡിയയിലൂടെ ഞങ്ങൾക്ക് അങ്ങയുടെ നാമത്തെ പ്രകീർത്തിക്കുവാനും പാടുവാനും സ്തുതിക്കുവാനും അങ്ങയുടെ വചനം കേൾക്കുവാനും ഞങ്ങൾക്ക് ഒരു സാഹചര്യം ഒരുക്കി തന്ന കൃപകൾക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾ കേൾക്കാൻ പോകുന്ന വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിക്കുകയും ഞങ്ങൾ പാടുന്ന പാട്ടുകളിലൂടെ ഞങ്ങൾക്ക് ദൈവരാജ്യത്തെ പ്രകീർത്തിക്കുവാനും സ്തുതിക്കുവാനും ദൈവമേ, ആ പാട്ടുകൾ ഞങ്ങൾക്ക് സാന്ത്വനം നൽകുവാനും ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തിലിരിക്കുന്ന എല്ലാ ഭാരങ്ങളെയും നീക്കിക്കളയുവാനും ഞങ്ങൾക്ക് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതിൻ്റെ ഭാഗമായിട്ട് ചെറുതും വലുതുമായിട്ട് ഇതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരെയും അങ്ങ് കാത്തു പരിപാലിക്കണമേ, അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും പല ദേശങ്ങളിൽ നിന്നും ഇത് കാണുമ്പോൾ കർത്താവെ, ഞങ്ങൾക്കെല്ലാവർക്കും ഒരു മനമായിട്ട് അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുവാൻ ഞങ്ങൾ ഇടവരുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്നിരിക്കുന്ന ഈ സാഹചര്യത്തെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. ഇതിനെല്ലാം അതിജീവിക്കുന്നതോടൊപ്പം കർത്താവെ, ഞങ്ങൾ കുറെ കൂടെ വിശ്വാസത്തിൽ മുന്നേറുവാൻ ഞങ്ങൾ ഇതിലൂടെ പഠിക്കുവാനും കർത്താവ് ഉൾക്കൊള്ളുവാനും ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ബൈബിൾ ഫെയ്ത്ത് മിഷൻ്റെ ബിഷപ്പിനെയും ആർച്ച് ബിഷപ്പിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളെയും അതുപോലെ തന്നെ കർത്താവെ, ഇതിൻ്റെ സഭകളിൽ പ്രവർത്തിക്കുന്ന എല്ലാ അച്ഛന്മാരെയും ഇവാഞ്ചലിസ്റ്റുമാരെയും കർത്താവെ, അതിൻ്റെ ചെറുതും വലുതുമായിട്ട് നമ്മുടെ സഭകളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഒരിക്കൽ കൂടി ഓർക്കുന്നു. കർത്താവെ, തന്നിരിക്കുന്ന ഈ നല്ല സമയത്തിനായിട്ട് അങ്ങയെ സ്തുതിക്കുന്നു. വിടുവരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആരാധനയുടെ അനുഗ്രഹത്തിനായി വായിക്കുവാൻ എടുത്തിരിക്കുന്ന വേദഭാഗം യെശയ്യാവ് 6-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി,
2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ ഞാൻ, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സാറാപ്പുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനൽ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്ന് അത് എന്റെ വായ്ക്ക് തൊടുവിച്ചു. ഇതാ, ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി, നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട്, അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ അരുളി ചെയ്തത്, നീ ചെന്ന് ഈ ജനത്തോട് പറയേണ്ടത്, നിങ്ങൾ കേട്ടുകൊണ്ടിട്ടും തിരിച്ചറിയുകയില്ല, നിങ്ങൾ കണ്ടുകൊണ്ടിട്ടും ഗ്രഹിക്കുകയുമില്ല. ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതെ ഇരിക്കേണ്ടതിന് നീ അവരുടെ ഹൃദയം തടിപ്പിക്കുകയും അവരുടെ ചെവി മന്ദമാക്കുകയും അവരുടെ കണ്ണ് അടച്ചു കളയുകയും ചെയ്യുക. ഈ വായിച്ച വേദഭാഗങ്ങളാൽ ദൈവം നമ്മളെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിൽ പ്രിയ ദൈവജനമേ, ബൈബിൾ പീപ്പിൾസിൻ്റെ വിശ്വാസ സമൂഹമേ, ഈ കൊറോണ COVID-19 വൈറസിൻ്റെ വ്യാപനം തുടരുന്ന കാരണത്താൽ നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വീണ്ടും ലോക്ക്ഡൗൺ നീട്ടിയിരിക്കുന്ന കാരണത്താലാണല്ലോ നാം നമ്മുടെ ദേവാലയങ്ങൾ തുറന്ന് ആരാധിക്കുന്നതിന് തടസ്സമായിരിക്കുന്നതും ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി കൂട്ടായ്മയിൽ ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ചറിയുവാൻ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് തുടർച്ചയായിട്ടുള്ള തടസ്സം വന്നിരിക്കുന്ന കാരണമാണല്ലോ വീണ്ടും നിങ്ങളെ ഇപ്രകാരം അഭിസംബോധന ചെയ്യുവാനിടയായി തീർന്നിരിക്കുന്നത്. നമ്മുടെ സാഹചര്യങ്ങൾ വളരെ വേദനാജനകമായി തുടരുകയാണ്. നമ്മുടെ രാജ്യത്തിലും ലോകത്തിലും COVID-19 വ്യാപനം മൂലം ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ മരണമെന്ന വേർപാടിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ രാജ്യത്തിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരായ നമുക്ക് ഉപജീവനം നേടിത്തരുവാൻ വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുള്ളവർ, പ്രവാസികളായി അറിയപ്പെടുന്നവർ ഇന്ന് അവിടെ മഹാദുരന്തത്തിലും ദുഃഖത്തിലുമായിരിക്കും. അവരെ നമ്മുടെ രാജ്യത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ ബഹുമാനപ്പെട്ട ഗവൺമെന്റുകൾ ചില നടപടികൾ കൈക്കൊള്ളുവാൻ ആലോചനകൾ ഉണ്ടെങ്കിലും അത് ഉടനെ നടക്കുന്നില്ല. അവരുടെ പ്രിയപ്പെട്ടവരായിട്ടുള്ള നമ്മുടെ സഹോദരി സഹോദരന്മാർ, അമ്മമാർ, ഭാര്യമാർ, മക്കൾ തുടങ്ങിയവർ വളരെ വേദനയിലും ദുഃഖത്തിലുമായിരിക്കുന്നത് നമുക്ക് ചുറ്റും കാണുന്ന സത്യമാണ്. അതിനുള്ളൊരു പരിഹാരം എത്രയും വേഗം സ്വർഗത്തിലെ ദൈവം നൽകുമാറാകട്ടെ എന്നും ഞാൻ ഈ അവസരം പ്രാർത്ഥിക്കുകയും ആകാംക്ഷിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഈ കോവിഡിന്റെ പ്രതികൂലമായ സാഹചര്യത്തിൽ
നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ഒരു ദൈവവചന ശുശ്രൂഷ എന്ന നിലയ്ക്ക് പ്രവാചക ശ്രേഷ്ഠനായ യെശയ്യാവിന്റെ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന ഒരു ദൂത് പരിശുദ്ധാത്മാ നിയോഗപ്രകാരം നിങ്ങളോട് അറിയിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അത് എ ഫ്രഷ് ലുക്ക് at the face of tragedy എന്നതാണ്. സാഹചര്യവും ചുറ്റുപാടും നമുക്കെതിരായി മാറുമ്പോൾ ദൈവത്തിങ്കിലേക്ക് ഒരു പുതിയ കാഴ്ച കാണുക എന്നതാണ്. പ്രിയമുള്ളവരെ, അതിന് 5 സബ് ഹെഡിങ്ങുകളോടുകൂടി ഉള്ള ധ്യാനമാണ് നാം നടത്തുന്നത്. ഒന്നാമതായി, ഇൻ ദ ഫേസ് ഓഫ് ട്രാജഡി, സാഹചര്യം വളരെ വേദനാജനകമായി ഇരിക്കുന്ന കാലത്ത് ദൈവത്തെ ഒരു പുതിയ കാഴ്ചപ്പാടിൽ കാണുവാൻ നമുക്ക് സാധിക്കുമോ? യെശയ്യാവിന്റെ പ്രവചനം 6-ാം അധ്യായം ആരംഭിക്കുന്നത് അതിന്റെ 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ഊസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്ന മുഖമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്നാണ്. ഊസിയ എന്ന ഒരു രാജാവ് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നീതിമാനായും ദൈവഭക്തനായും ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജനത്തെ നയിക്കുകയും നടത്തുകയും ഭരിക്കുകയും ചെയ്ത ഒരു നല്ല രാജാവായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. ഇന്ന് ഈ കോവിഡിന്റെ കാലത്ത് മരണമെന്ന വാർത്ത ലോകമെമ്പാടും നാം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണ്. മരണം വേർപാടാണ്. വേർപാട് ദുഃഖം ഉളവാക്കുന്നതാണ്. അതിലും നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മിൽ നിന്ന് മരണമെന്ന വേർപാടിൽ മാറ്റപ്പെടുമ്പോൾ നമുക്ക് വളരെ ഏറെ ദുഃഖമുണ്ടാകും. ഊസിയാവെന്ന നല്ല രാജാവ് നാടുവാഴി മരിച്ചത് കേട്ടിട്ട് ദേശം മുഴുവനും വ്യാകുലതയിലും ദുഃഖത്തിലുമായിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ അവസരത്തിലാണ് പ്രവാചകനായ യെശയ്യാവ് സ്വർഗത്തിലെ ദൈവത്തിലേക്ക് ഒരു പുതിയ ദർശനം കാണുവാൻ തുടങ്ങുന്നത്. സാഹചര്യങ്ങൾ പ്രതികൂലമായി മാറും. മനുഷ്യ ജീവിതത്തിന്റെ ഒരു ജീവിത ക്രമം എന്ന് പറയുന്നത് അങ്ങനെയുള്ളതാണല്ലോ പ്രിയരെ. വേദനയും ദുഃഖവും കഷ്ടവും കണ്ണുനീരും പ്രശ്നവും പ്രതികൂലവും നമ്മുടെ മാനുഷിക ജീവിതയാത്രയിൽ അലകടലായി അഞ്ഞടിച്ചടുത്തു വരുമ്പോൾ അവിടെ നമുക്ക് അഭയം കൊള്ളുവാൻ ഒരു ദൈവമുണ്ട് എന്നാണ് പ്രവാചകൻ പറയുന്നത്. ഹബഖൂക്ക് എന്ന പ്രവാചകൻ തന്റെ പ്രവചന പുസ്തകത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 17 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കും. അത്തിവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമല്ലോ, നിങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല, എങ്കിലും
ഞാൻ യഹോവയിൽ ആനന്ദിക്കും. അവന്റെ എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. യഹോവയായ കർത്താവ് എന്റെ ബലമാകും. അവൻ എന്റെ കാൽ പേടമാൻ പോലെ ആക്കും. ഇങ്ങനെയാണ് പ്രവാചകനായ ഹബക്കൂക്ക് തനിക്ക് വേദന വരുമ്പോൾ, സാഹചര്യമെല്ലാം പ്രതികൂലമായി മാറി, തന്റെ ആട്ടിൻ തൊഴുത്തിലുള്ളതെല്ലാം അപ്പാടെ നശിച്ചു പോകുമ്പോഴും യഹോവയായ തന്റെ സൃഷ്ടികർത്താവായ തനിക്ക് നന്മകൾ തരുവാൻ ശക്തനായ ദൈവത്തിലേക്ക് നോക്കി അഭയം പ്രാപിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതയാത്രയിൽ ഈ COVID-19 ഈ കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുവാൻ കഴിയാതെ, ആലയങ്ങളിൽ ചെന്ന് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയാതെ, വിവിധ തലങ്ങളിൽ നാം വേദന അനുഭവിക്കുമ്പോൾ നമ്മുടെ ദൈവത്തിൽ നമുക്ക് ആശ്രയം വയ്ക്കുവാൻ, ഒരു പുതിയ നോക്കുവാൻ, സ്വർഗീയ ദൈവത്തെ കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കുമോ? അങ്ങനെ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രണ്ടാമതായി, at the glory of God, ഈ ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ പ്രവാചകൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ കാഴ്ചയെ കാണുകയാണ്. അതിങ്ങനെയാണ് പറയുന്നത്: ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്ന് ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഓരോരുത്തരോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്ത് പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്തിൽ മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. പ്രവാചകൻ പ്രതികൂലമായ സാഹചര്യത്തിൽ സ്വർഗത്തിലെ ദൈവത്തെ നോക്കിയപ്പോൾ ദൈവീയമായ സ്വർഗീയ അനുഭൂതി എന്ന ദർശനം താൻ കാണുകയാണ്. സ്വർഗത്തിലെ ദൈവത്തെ കോടാനുകോടി ദൂതഗണങ്ങൾ, സറാബ്, ഗറൂബി ദൂതഗണങ്ങൾ 6 ചിറകുള്ളവരായി, 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നുകൊണ്ട് അവർ ദൈവത്തെ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ആർത്തുപാടി ആരാധിക്കുന്ന ഒരു കാഴ്ചയാണ് പ്രവാചകൻ കാണുന്നത്. പ്രിയമുള്ള ദൈവമക്കളെ, ഞങ്ങളെ ശ്രമിക്കുന്നവരെ, ബൈബിൾ ഫെയ്ത്ത് മിഷന്റെ ദൈവമക്കളെ, ഈ പ്രതികൂല സാഹചര്യത്തിലും അല്ലാതെയും നമ്മുടെ ജീവിതയാത്രയിൽ വന്നു പോകുന്ന പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ നമുക്ക് ശക്തി പകരുന്ന നമ്മുടെ ഉടയവനായ ദൈവത്തിന്റെ സ്വർഗീയ കാഴ്ച കണ്ട് അവനെ ആരാധിക്കുവാൻ, സാറാബി, ഗറൂബി ദൂതഗണങ്ങൾ ആരാധിക്കുന്ന കാഴ്ച പോലെ നമുക്ക് ചെയ്യുവാൻ സാധിക്കുമോ? ദൈവത്തിന്റെ സ്വർഗീയമായ കാഴ്ചപ്പാടിലേക്കുള്ള ഒരു ദർശനം. മൂന്നാമതായി, ഇവിടെ അതിന്റെ 5-ാമത്തെ വാക്യം മുതൽ, അപ്പോൾ എനിക്കയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അതരങ്ങൾ ഉള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. A fresh look at self. തന്നിലേക്ക് തന്നെ ഒരു നോട്ടം നോക്കുകയാണ്. എന്താ തന്നിലേക്ക് നോക്കിയപ്പോൾ കണ്ടത്? താൻ നിലവിളിക്കുക, എനിക്കയ്യോ കഷ്ടം,
ഞാൻ പാപിയായ ഒരു മനുഷ്യൻ. ഞാൻ മാത്രമല്ല, എനിക്ക് ചുറ്റും എന്റെ രാജ്യവും ലോകം മുഴുവനും പാപികളായ മനുഷ്യരാൽ പാപത്തിന്റെ പ്രവൃത്തികൾ നിറഞ്ഞ പ്രതികൂലങ്ങളായിട്ടുള്ള അവസ്ഥയിൽ, നീതിയില്ലാത്ത ഒരവസ്ഥയിൽ, കട്ടപ്പാടും ചതിവും വഞ്ചനയും കുലയും കൊള്ളിവെപ്പും അനുദിനം പെരുകിക്കൊണ്ടിരിക്കുന്ന പാപത്തിന്റെ പ്രവണതകൾ അതീവ ഗുരുതരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് ഞാനും ജീവിക്കുന്നത്. എന്നാൽ സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ, നീതിയുള്ള ദൈവത്തിന്റെ കാഴ്ചയെ കണ്ടപ്പോൾ, അയ്യോ ഞാൻ പാപി എന്ന് ഉണരുവാൻ ഈ പ്രവാചകന് സാധിച്ചു. പ്രിയമുള്ളവരെ, മനുഷ്യൻ പാപിയാണ്. അതുകൊണ്ടാണ് നാം പാപത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നത്. ദാവീദ് എന്ന രാജാവ് പറഞ്ഞു, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഞാൻ പാപിയായി പിറന്നതുകൊണ്ട് എന്നിൽ പാപമുണ്ട്. എന്നിൽ പാപം ഉള്ളതുകൊണ്ട് ഞാൻ പാപത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നു. അതേ വേദപുസ്തകം ലോകത്തോട് വിളിച്ചു പറയും, ആരുമില്ല, ഒരുത്തൻ പോലുമില്ല നീതിമാൻ. എല്ലാവരും പാപം ചെയ്തു ദൈവത്തിന്റെ തേജസ് അറ്റവരായി തീർന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, ആ കൂട്ടത്തിൽ ഞാനും നിങ്ങളും സർവ്വലോകത്തിലെ സർവ്വ മനുഷ്യരും ഉണ്ട് എന്ന് പ്രവാചകന് സ്വർഗത്തിലെ ദൈവത്തിന്റെ, നീതിയുള്ള ദൈവത്തിന്റെ കാഴ്ച കണ്ടപ്പോൾ അറിയുവാൻ കഴിഞ്ഞു. നമ്മൾക്ക് നമ്മളെ കാണാൻ കഴിയാത്തത്, നമ്മുടെ തിന്മകളെ, നമ്മുടെ പ്രതികൂലങ്ങളെ, നമ്മുടെ പാപത്തിന്റെ പ്രവൃത്തികളെ കാണുവാൻ കഴിയാതിരിക്കുന്നത് നാം സ്വയം നീതീകരിക്കപ്പെട്ടവർ എന്ന് മനസ്സിൽ കരുതുന്നത് കൊണ്ടാണ്. പാപി എന്ന് പറയുന്നത് തന്നെ പാപമെന്ന് പഠിപ്പിക്കുന്ന ലോകത്തിൽ, പ്രിയമുള്ളവരെ, വിശുദ്ധ വേദപുസ്തകത്തിന്റെ പ്രഖ്യാപനത്തിൽ നാം ഉറച്ചു വിശ്വസിച്ചാൽ നിങ്ങളും ഞാനും പാപികൾ തന്നെ എന്ന് സമ്മതിക്കേണ്ടി വരും. പാപത്തിന്റെ പ്രവൃത്തികൾ നാം ചെയ്യുന്നത് നമ്മുടെ ഉള്ളിനെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ സ്വഭാവത്തെ പാപം നിയന്ത്രിക്കുന്നത് കൊണ്ടല്ലേ? നമ്മുടെ മനസ്സിനെ പാപം നിയന്ത്രിക്കുന്നത് കൊണ്ട് മനസ്സിൽ നിന്ന് ദുഷ്ചിന്തകൾ, ദുഷ്പ്രവൃത്തികൾ അത് ഉള്ളിൽ ജനിക്കുകയും അത് നമ്മുടെ സ്വഭാവങ്ങളിലൂടെ, നമ്മുടെ പ്രവൃത്തികളിലൂടെ നമുക്കുള്ളിലും നമ്മുടെ വീട്ടിലും നമ്മുടെ ദേശത്തും നമ്മുടെ ആലയത്തും ലോകത്ത് മുഴുവനും നിറയപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യം പ്രവാചകന് മനസ്സിലായത് താൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ കാഴ്ചയിലൂടെ തന്റെ ഉള്ളിനെ കാണുവാൻ ശ്രമിച്ചതിലൂടെയാണ്. നമുക്ക് നമ്മുടെ ഉള്ളിനെ നോക്കാമോ? നമ്മുടെ ഉള്ളിനോട് പറയാമോ, ഞാനെന്ന മനുഷ്യ, നീ പാപിയാണ്, നീ പാപത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുവാൻ താല്പര്യപ്പെട്ട് അതിനടിമയായിരിക്കുന്നവനാണ് എന്ന് നമ്മുടെ മനസ്സിനോട് ഈ പ്രവാചകനോടൊപ്പം പറയാൻ സാധിക്കുമോ ദൈവമക്കളെ? നാലാമതായി, ഈ പ്രവാചകൻ അങ്ങനെ താൻ കുറവുള്ളവനും കുറ്റക്കാരനും പാപമുള്ള ജനത്തിന്റെ മധ്യത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഞാനും പാപം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ ദൈവത്തിന്റെ കാഴ്ചയിലൂടെ തന്റെ പാപത്തിന് ക്ഷമ ചോദിക്കുന്നതായി കാണും. ഇവിടെ നാം ഇതിന്റെ 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അപ്പോൾ സാറാബുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കോടിൽ കൊണ്ട ഒരു തീക്കനൽ എടുത്ത് എന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അത് എന്റെ അടുക്കൽ പറന്നു വന്നു. അതെന്റെ വായ്ക്ക് തൊടുവിച്ചു. ഇതാ, ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി, നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ ദൈവത്തിന്റെ കൃപയിലല്ലാതെ പാപമോചനം എനിക്കും നിങ്ങൾക്കും ലഭിക്കുകയില്ല. പാപത്തിൽ നിന്നുള്ള പരിഹാരം ലഭിക്കുവാൻ മനുഷ്യനുള്ള ഏക വഴി യേശു എന്ന രക്ഷാമാർഗമാണ്. നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ദൈവം തന്റെ പുത്രനായ യേശുവിനെ
കാൽവരി കുരിശിലൂടെ നമ്മുടെ ജീവന്റെ ആധാരമായ രക്തത്തിൽ വന്നുപോയ പാപത്തിന് പരിഹാരം വരുത്തുവാൻ പാപമില്ലാത്ത യേശു ക്രിസ്തുവിന്റെ രക്തത്തെ കാൽവരി കുരിശിലൂടെ ഒഴുക്കി തന്നത് നിങ്ങളെയും എന്നെയും പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവം നമ്മെ സ്നേഹിച്ചതുകൊണ്ടാണ്. നമ്മുടെ പാപത്തിന് പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് കാൽവരി കുരിശിൽ സ്വയം ത്യാഗമായി നമ്മെ രക്ഷിപ്പാൻ വന്ന ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ ദൈവപുത്രൻ അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ പാപത്തിന്റെ പരിഹാരിയായി നാം അംഗീകരിച്ച് വായ് കൊണ്ട് നമ്മുടെ പാപത്തെ ഏറ്റുപറയുന്നുവെങ്കിൽ നാം രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്നാണ് വചനം പറയുന്നത്. പ്രിയമുള്ളവരെ, ഇന്നത്തെ സഭകൾ എന്ന് പറയുന്നത് ഒരുപക്ഷെങ്കിൽ അതൊരു നാടകശാലയെ പോലെ കൂടി വരുവാനുള്ള ഒരു സ്ഥലം മാത്രമായിട്ട് നാം കാണുകയാണ്. ദൈവത്തിന്റെ ആലയത്തിലെ ആരാധനയിൽ നീതിയും സത്യവും വിശുദ്ധിയും നാം കാണുന്നില്ലല്ലോ. ദൈവത്തിന്റെ ആലയത്തിനകത്ത് ജാതിയും ഉപജാതിയും വർണ്ണവും വർഗവും ഉള്ളവനും ഇല്ലാത്തവനും എന്ന പാപത്തിന്റെ പട്ടികയിൽപ്പെടുന്ന അനേകം തിന്മകൾ നിലനിൽക്കുന്നല്ലോ. അതാണോ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്ന ദൈവത്തെ ആരാധിക്കേണ്ടുന്ന ആലയങ്ങൾ എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ ഇവിടെ പ്രവാചകൻ പാപത്തിന് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പരിഹാരം വന്നപ്പോൾ, പാപത്തിന്റെ പരിഹാരം തനിക്ക് ലഭിച്ചു എന്ന് ഉണർന്നപ്പോൾ, അതിന് ദൈവം വഴിയൊരുക്കി ആ രക്ഷയിൽ താൻ ചേർന്നിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ, ഇതിന്റെ 8-ാം വാക്യം നാം കാണുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു: അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു കാൽവരി കുരിശിൽ മരിച്ചു, അടക്കപ്പെട്ടു. 3-ാം നാളിൽ പാപത്തെയും മരണത്തെയും ലോകത്തെയും റോമാ ചക്രവർത്തിയുടെ അധികാര മുദ്രകളെയും പൊട്ടിച്ചുകൊണ്ട്, ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് ജയാളിയായി യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. താൻ സ്വർഗാരോഹണം ചെല്ലുന്നതിന് മുമ്പായി തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്കും മറ്റ് 500-ൽ പരം ആളുകൾക്കും താൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തി. ഉയർത്തെഴുന്നേറ്റ് യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ ലോകം മുഴുവനും എനിക്ക് സാക്ഷികളായി പോകുവീൻ എന്നുള്ളതാണ്. പിതാവായ ദൈവം സ്വർഗത്തിന്റെയും ഭൂമിയുടെയും അധോലോകത്തിന്റെയും അധികാരം എന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഞാൻ പാപത്തെ മരണത്തെ ജയിച്ചുകൊണ്ട് ജയവീരനായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഞാൻ ലോകത്തിലെ മനുഷ്യർക്ക് രക്ഷ നൽകുവാനുള്ള വഴിയായി, വാതിലായി, ജീവനായി, പ്രത്യാശയായി മാറിയിരിക്കുന്നു എന്നുള്ള ദൈവിക സന്ദേശം നിങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുവാൻ എന്റെ ശിഷ്യന്മാരായി ലോകത്തിന് സാക്ഷികളാകുവിൻ എന്ന് പറഞ്ഞു. ഇവിടെ ഈ പ്രവാചകൻ പറയുന്ന വാക്ക് നാം ശ്രദ്ധിക്കുന്നുവല്ലോ പ്രിയമുള്ളവരെ. സ്വർഗത്തിലെ ദൈവത്തിന് നമ്മെ നോക്കി, മനുഷ്യനെ നോക്കി, ദൈവത്തിന്റെ ആർദ്ര സ്നേഹം മൂലം നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശുക്രിസ്തു സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലെ ത്രിത്വത്തിൽ 2-മനായിരുന്നപ്പോൾ അവിടെ വെച്ച് പിതാവാം ദൈവം ചോദിച്ച ചോദ്യമാണ് ഇവിടെ സ്വർഗത്തിലെ കാഴ്ചയിൽ, സ്വർഗത്തിലേക്കുള്ള തന്റെ കാഴ്ചയിൽ പ്രവാചകൻ തന്റെ ഒരു ചുമതലയായിട്ട് കാണുന്നു. യേശുവിനെ ലോകത്തിന് നൽകുക, യേശുവിന്റെ രക്ഷയുടെ മാർഗത്തെ ലോകത്തിന് പ്രസംഗിക്കുക. ഇതിനു വേണ്ടിയാണ് ദൈവം സഭയെ ഭൂമിയിൽ സ്ഥാപിതമായിരിക്കുന്നത്. സഭയുടെ പ്രധാന ദൗത്യം നശിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിന് രക്ഷ നൽകുവാനായി
നമ്മുടെ വീണ്ടെടുപ്പുകാരനായി വന്ന യേശു ക്രിസ്തുവിന്റെ രക്ഷയുടെ സുവിശേഷം ലോകത്തിന് മുഴുവനും അറിയിക്കുക എന്നുള്ളതാണ്. ഈ കോവിഡ് പോലെയുള്ള അതിദാരുണമായ പ്രതികൂല ജീവിതാവസ്ഥകൾ കണ്ട് നാം ഭയന്നോടി ഒളിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുമെന്ന് അരുളി ചെയ്തവൻ അങ്ങനെ വരുന്നതിന് മുമ്പായി ഈ ലോകത്തിന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിലും മാർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലും ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിലും വളരെ വ്യക്തമായി പറയുന്ന കാഴ്ചകൾ നാം കാണുന്നുവല്ലോ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ യുദ്ധവും ക്ഷാമവും ഭൂകമ്പവും മഹാമാരിയും ഉണ്ടാകും. ജാതി ജാതിയോടും വംശം വംശത്തോടും ഭാഷ ഭാഷയോടും എതിർക്കും. അപ്പനോടും അമ്മയോടും മക്കൾ പിണങ്ങും. അമ്മാവി മരുമകളോടും മരുമകൾ അമ്മാവിയെയും വെറുക്കും. ലോകം തമ്മിൽ ഛിദ്രിക്കും. ലോകത്തിൽ പുതിയ അടയാളങ്ങൾ, അനുഭവങ്ങൾ, ആകാശത്തിൽ, നക്ഷത്രങ്ങളിൽ, സൂര്യനിൽ, ചന്ദ്രനിൽ, കടലിൽ, അങ്ങനെ ഭൂമിയുടെ എല്ലാ കോണുകളിലും ഈ ഭൂമിയുടെ ഉടയവനായവൻ, അതിനെ വീണ്ടെടുത്തവൻ ഇതാ വീണ്ടും വന്ന് തന്റെ ഭക്തരായ സഭയെ ചേർക്കുവാൻ വരുന്നു എന്നുള്ളതിന് അടയാളമായി ഇതൊക്കെ സംഭവിക്കുന്നു. അത് സംഭവിക്കുന്നതിന് മുമ്പ് യേശുക്രിസ്തുവിന്റെ രക്ഷയുടെ സുവിശേഷം ഈ ഭൂലോകം മുഴുവനും അറിയിക്കപ്പെടുവാനായിട്ട് സഭയ്ക്ക്, രക്ഷിക്കപ്പെട്ട എനിക്ക്, രക്ഷിക്കപ്പെട്ട നമുക്ക് ഓരോരുത്തർക്കും ദൈവം ആഹ്വാനം നൽകിയിരിക്കുന്നു. അതാണ് ക്രിസ്തു സഭയുടെ ദൗത്യം. ആ സുവിശേഷം ലോകത്തോട് അറിയിക്കുന്ന ഒരു ഉത്തരവാദിത്വം പ്രവാചകൻ ഇവിടെ പറയുന്നുണ്ടല്ലോ. ആർ സുവിശേഷവുമായി ലോകത്തിലേക്ക് പോകും? ആർ യേശുവിനെ ലോകത്തിന് പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് പോകും? പ്രിയമുള്ള ദൈവജനമേ, ബൈബിൾ ഫെയ്ത്ത് മിഷൻ എന്ന സഭയുടെ പേരിന്റെ അർത്ഥം തന്നെ അത് ഒരു ദൗത്യത്തിന്റെ സഭ എന്നാണ്. ബൈബിളിനെ ലോകത്തിന് അറിയിക്കുന്ന, ബൈബിളിലെ കഥാപാത്രമായ യേശുക്രിസ്തുവിനെ, ദൈവപുത്രനെ, മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരത്തിന്റെ രക്ഷകനായി ലോകത്തോട് വിളിച്ചു പറയുന്ന മിഷൻ, ദൗത്യം, അതാണ് നമ്മുടെ മിഷന്റെ പേര്. അതുകൊണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലും ഉത്തർപ്രദേശങ്ങളിലും വടക്കേ ഇന്ത്യയിലും നമ്മുടെ മിഷൻ ചെയ്യുന്ന ഈ സുവിശേഷ ദൗത്യത്തോട് പങ്കുചേരുവാൻ ബൈബിൾ ഫെയ്ത്ത് മിഷന്റെ യുവജനങ്ങളെ, അമ്മമാരെ, പ്രിയപ്പെട്ട വിശ്വാസികളെ നാം എങ്ങനെ പങ്കുചേരുന്നു? അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ, അതിനുവേണ്ടി കൊടുക്കുവാൻ, അതിനുവേണ്ടി പോകുവാൻ, അങ്ങനെ കർത്താവിന്റെ വരവിന് മുമ്പായി കർത്താവിന്റെ തിരുവചനം ലോകത്തോട് അറിയിക്കുന്ന ആ സുവിശേഷീകരണത്തിന്റെ വാഗ്ദത്തത്തെ ഇവിടെ പ്രവാചകൻ മനസ്സിലാക്കുകയാണ്. സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ അഞ്ചാമതായി, അവസാനമായി താൻ സ്വർഗീയമായ ദൈവത്തിന്റെ, ഭൂമിയുടെ രക്ഷാമാർഗത്തിന്റെ, സുവിശേഷീകരണത്തിന്റെ ഉത്തരവാദിത്വത്തെ താൻ അറിയുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നാം നമ്മുടെ ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒളിച്ചോടി പോകുന്നവരാണ്. എന്താ കാരണം? നമുക്ക് സ്വർഗീയ ദർശനമില്ല. എന്താ കാരണം? നമ്മൾ പലവിധമായ സ്വയം നീതീകരണത്തിലൂടെ സുവിശേഷീകരണത്തിന്റെ പ്രക്രിയയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട നാമും രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമായ സഭയും അകന്നു മാറുന്നു. ഇവിടെ ഇതാ പ്രവാചകൻ പറയുന്നു, ദൈവപുത്രനായ യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് താണിറങ്ങി മനുഷ്യരെ രക്ഷിക്കുന്ന ആ വലിയ രക്ഷയ്ക്കായി താണിറങ്ങി വന്നുവെങ്കിൽ ഞാനും എന്റെ കുടുംബവും ഈ സുവിശേഷീകരണ ദൗത്യത്തിന് വേണ്ടി ഒന്നുകിൽ പോകും, അല്ലെങ്കിൽ മറ്റുള്ളവരെ പോകുവാൻ ഞാൻ നൽകും, കൊടുക്കും, പ്രാർത്ഥിക്കും, പങ്കുചേരും. അതാണ് നമ്മുടെ ബൈബിൾ ഫെയ്ത്ത് മിഷന്റെ ദൗത്യം എന്ന് പറയുന്നത്. പ്രിയജനമേ,
ലോകം അതിന്റെ അന്ത്യനാളുകളിലേക്ക് എത്തിപ്പെട്ടപ്പോൾ നാം ഇങ്ങനെ നിസ്സാരന്മാരായിരിക്കാതെ ഉണർന്ന പ്രത്യാശയോടുകൂടി വരുവാനുള്ള നമ്മെ ചേർക്കുവാനായി ആകാശമേഘങ്ങളിൽ പ്രധാന ദൂതന്റെ ശബ്ദവുമായി വരാൻ പോകുന്ന കർത്താവിന്റെ മണവാട്ടികളായി അവനെ സ്വീകരിപ്പാൻ ഒരുങ്ങുന്ന ഈ നാളുകളിൽ ലോകത്തിലെ സംഭവങ്ങൾ ഓരോന്നോരോന്നായി നമ്മെ അത് വിളിച്ചറിയിച്ചുകൊണ്ട് ഇതാ വേഗം വരുന്ന കർത്താവിന്റെ സന്നിധിയിൽ ചേരുന്നതിന് മുമ്പായി ലോക സുവിശേഷീകരണത്തിന്റെ ദൗത്യത്തിനായി പാവപ്പെട്ട ദളിതരെയും ഇല്ലായ്മയിൽ കഴിയുന്ന സമൂഹത്തെയും തള്ളപ്പെട്ടവരെയും യേശുവിലേക്ക് ചേർക്കുന്ന വലിയ സുവിശേഷീകരണത്തിന്റെ പങ്കാളികളായി ഈ പ്രവാചകനെ പോലെ ദൈവിക ചുമതല മനസ്സിലാക്കി നമുക്ക് മുമ്പിലേക്ക് പോകുവാൻ ഈ സന്ദേശം നിങ്ങൾക്ക് ഇട നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രശ്ന പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിങ്കിലേക്ക് പുതിയ നോട്ടം, ദൈവത്തിന്റെ സ്വർഗീയ മഹിമയെ കാണുവാനുള്ള ഒരു സ്വർഗീയ നോട്ടം, തന്നിലേക്ക് തന്റെ പാപത്തെ തന്റെ കുറവുകളെ ഉണരുന്ന ഒരു സ്വർഗീയ നോട്ടം. തന്റെ പാപത്തിന് പരിഹാരം ദൈവത്തിൽ നിന്ന് മാത്രമേ ഉള്ളൂ. പാപത്തിന് പരിഹാരിയായി വന്ന യേശുവിലൂടെ അല്ലാതെ മറ്റു കർമ്മങ്ങളിലൂടെ നമുക്ക് സാധ്യമല്ല എന്ന് പ്രവാചകൻ പാപപരിഹാരത്തിന് ദൈവത്തിന്റെ സാന്നിധ്യം കണ്ടപ്പോൾ അത് മനസ്സിലാക്കി. അവസാനമായി തന്റെ സുവിശേഷീകരണത്തിന്റെ ചുമതലയെ താൻ മനസ്സിലാക്കുകയാണ്. പ്രിയജനമേ, അടയ്ക്കപ്പെട്ട ആലയങ്ങളുള്ളപ്പോൾ കൂടി വന്നിരുന്ന് പാടുവാനും പ്രാർത്ഥിക്കുവാനും ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവജനത്തോട് പങ്കാളികളാക്കുവാനും കഴിയാതെ നമ്മുടെ സ്വന്തം വീടുകളിൽ നാം ആയിരിക്കുമ്പോൾ ഈ സന്ദേശം നമ്മളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അറിയിക്കുന്നത് നാം കർത്താവിന്റെ മണവാട്ടിയായി ഒരുങ്ങി അവന്റെ ദൗത്യത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ചുമതലാബോധമുള്ളവരായി സ്വർഗീയ കാഴ്ചകളെ കണ്ടുകൊണ്ട് സ്വർഗീയ നിറവിൽ നാം വസിക്കുവാൻ, ഭയപ്പെടാതെ ഏതിനെയും സഹിക്കുവാൻ, ഏതിനെയും ജയിക്കുവാൻ, ഏതിനെയും മുന്നിൽ കാണുവാൻ, കണ്ടുകൊണ്ട് പ്രയാണം തുടരുവാൻ, യാത്ര ചെയ്യുന്ന ക്രിസ്തു വിശ്വാസികളായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നമ്മെ സഹായിക്കട്ടെ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായിരിക്കുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നന്ദിയോട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കരുണയുള്ള കർത്താവേ, ലോകമെമ്പാടും COVID-19 രോഗത്തിൻ്റെ വളരെ മഹാദുരന്തത്തിലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് അങ്ങയുടെ തിരുസന്നിധിയിൽ കടന്നു വരുവാൻ, പ്രാർത്ഥിക്കുവാൻ, അങ്ങയെ വിളിച്ചപേക്ഷിക്കുവാൻ തരുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഒരു നാളും കൈവിടാത്ത, ഉപേക്ഷിക്കാത്തവനായ ദൈവമേ, ഏതൊരു സാഹചര്യത്തിലായിരുന്നാലും കർത്താവെ, അങ്ങയ്ക്ക് ഞങ്ങളെ കൊണ്ട് ആവശ്യമുണ്ടല്ലോ, അതിനായി സ്തോത്രം ചെയ്യുന്നു. യാതൊരു ലിംഗ, ജാതി, മത, സാഹചര്യ വ്യത്യാസമില്ലാതെ ഞങ്ങളെ പ്രയോജനപ്പെടുത്തുവാൻ ശക്തനായി ഇരിക്കുന്ന കർത്താവെ, ഞങ്ങളെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ ശുശ്രൂഷ ചെയ്യുവാൻ, സന്നദ്ധ സേവ ചെയ്യുവാൻ ഈ കോവിഡിന്റെ നാളുകളിൽ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകുറ്റങ്ങളെല്ലാം ഒന്ന് ക്ഷമിക്കണമേ. അങ്ങയെ ഉള്ളത്തിൽ സ്വീകരിച്ചുകൊണ്ട് കർത്താവെ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങിൽ വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. എല്ലാവരെയും അങ്ങയുടെ കൃപ കൊണ്ട് നിറയ്ക്കണം. സമാധാനവും സന്തോഷവും ധൈര്യവും ഉറപ്പും സൗഖ്യം കൊണ്ട് നിറയ്ക്കണം. അടിയങ്ങളെ സമർപ്പിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം തന്റെ സ്വർഗീയമായ ദർശനം നിങ്ങൾക്ക് നൽകി തന്റെ പുത്രന്റെ വരവിനായി ഒരുക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സംസർഗവും സഹവാസവും നിങ്ങളെവരോടും നാം ഏവരോടും ഇന്നും എന്നേക്കും കാലാവസാനത്തോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.